എൽദോ ഈ ഒരു വിഷയത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ ഒരു പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ കഴിയാത്തത് കൃത്യമായി നഴ്സുമാരുടെ, അതായത് ഒരു രീതി സ്റ്റാഫുകളുടെ കൃത്യമായ വിന്യാസത്തിന് അനുസരിച്ചിട്ടുള്ള സ്ട്രെങ്ത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയും ഈ ഇതേ സ്ക്രബ് നേഴ്സ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റ്, അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടും ഒപ്പം തുടരെ ശസ്ത്രക്രിയകൾ ഉള്ളതുകൊണ്ടുമുള്ള ഒരു തെറ്റ് എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷേ 5 വർഷത്തോളമായി ഈ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതും മറ്റേ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയില്ല എങ്കിലും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതും വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ആരുടെ ഭാഗത്താണ് കൃത്യമായി തെറ്റുപറ്റിയത്, അതായത് ഈ ഒരു സർജൻസ് നോട്ട് കൃത്യമാണെന്ന് പറയുന്നു, കൃത്യമായ രീതിയിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് തുന്നലിട്ടത് എന്നും ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഭാഗത്ത് വന്ന തെറ്റുകൊണ്ടാണ് ഈ ഒരു കത്രിക ഉള്ളിൽ കുടുങ്ങിപ്പോയത്? ഈ ഒരു സ്ക്രബ് നേഴ്സിന് മറ്റൊരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും വലിയൊരു ഉപകരണമാണ്, ചെറിയൊരു ഉപകരണമല്ല അകത്ത് കുടുങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്ക്രബ് നേഴ്സിനെയും ഡോക്ടറെയും കൃത്യമായി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ ഈ ഒരു രോഗിബാഹുല്യം അല്ലെങ്കിൽ കൂടുതലുള്ള ശസ്ത്രക്രിയകൾക്കിടയിൽ പറ്റിയ ഒരു പിഴവ്, അങ്ങനെ മാത്രമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഇനി കൂടുതൽ പോലീസിൻ്റെ അന്വേഷണം അടക്കം നടക്കേണ്ടതുണ്ട്. ഈ ഒരു കത്രികയുമായി 5 വർഷത്തോളം ഇവർക്ക് ജീവിക്കേണ്ടി വന്നു. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്, അത് കിഡ്നി സ്റ്റോണിൻ്റെ മറ്റും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു കത്രിക അകത്ത് കുടുങ്ങിയതിൻ്റെ മറ്റ് ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനൊപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രതികരിച്ചതും വളരെ വലിയ വിവാദമായിരുന്നു. അതായത് ഇത് അകത്ത് കിടന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, സിസ്റ്റത്തിൻ്റെ പിഴവ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നാണ് ലളിതാംബിക ഡോക്ടർ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലടക്കം വലിയ വിവാദമുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഈ രണ്ടുപേരെയും, സ്ക്രബ് നേഴ്സിനെയും ഡോക്ടറെയും വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ നടപടികൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ലായിരുന്നു. റൈറ്റ്, എന്നുള്ള കൃത്യമായിട്ടെല്ലാം നോക്കിയാണ് ചെയ്തതെന്നൊക്കെയാണ് അന്വേഷണ റിപ്പോർട്ട്. അതുപോലെ സ്ക്രബ് നേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.